ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാ അച്ഛന്റെ 10 നമ്പർ കിട്ടണം. വേറൊരു സംഭവം അറിയൂ, നമ്മുടെ മെർഡോണ, സച്ചിൻ, മെസ്സി ഒക്കെ 10 നമ്പറാ. ഇപ്പൊ എനിക്ക് കിട്ടിയ 10 നമ്പറൊക്കെ ജയിൽപ്പുള്ളതാ. കളിക്കാരാടോ, ഒരു പണിയില്ല കളിച്ചു നടക്കുന്ന ആൾക്കാരെ പേര് പറഞ്ഞ മേലെ കയറിയാലുണ്ടല്ലോ. ഇയാള് ഏത് ലോകത്താണോ? താൻ ലോകകപ്പ് ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ ലോകകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. സിന്ധുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ സിന്ധു എന്ത് ചെയ്യും? എന്നാലും ചേട്ടൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അല്ല, ചേട്ടൻ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാ എന്റെ അച്ഛനൊരു പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞത് നടക്കില്ല. അത് ഈ കല്യാണത്തിന്റെ കടമൊന്ന് തീർന്നോട്ടെ. പണ്ടത്തെ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ടട്ടേക്കാ. ഓ വരവ് വെച്ച് സാറിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ടീ ടൈം. എന്നാ പോയി 2 ചായ വാങ്ങിച്ചിട്ടോ. നീ എന്തൊരു അടിമയോട് പെരുമാറുന്നോടെ നീ പോയിട്ട് 3 ചായ പിടിച്ചിട്ടുണ്ടോ? കൊച്ചിന് നല്ലൊരു പേരിടണം. നല്ല പേരിടണം. പണ്ടത്തെ പോലെ ഒന്നും അല്ല. പണ്ടെന്ന് പറഞ്ഞാൽ നൂല് കെട്ടിന് പേരിട്ടാ മതിയായിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ പേരെടുത്ത് കൊടുക്കണം. എന്റെ ചേട്ടന്റെ പേരെന്ന് പറഞ്ഞാൽ ആന്റണിയാണ്. ആന്റണി. ഓ, ചേട്ടത്തിന്റെ പേര് ദിയ. അപ്പൊ ഇവരെ പേരിന്റെ ആദ്യ അക്ഷരം എടുത്താണ് കൊച്ചിനിട്ട് ആദ്യം. അതുപോലത്തെ ഒരു വെറൈറ്റി എനിക്ക് പിടിക്കണുണ്ട്. സൂപ്പർ പേര് കൊടുക്കണം. നിന്റെ പേരെന്താണ്? എന്റെ പേര് മൈക്കിൾ. എന്റെ പെണ്ണുങ്ങളുടെ പേര് രേഖ. മൈക്കിൾ രേഖ. മൈക്കിളിന്റെ മയും അത് വേണ്ട. എന്തിനാണ് ചുമ്മാ നാട്ടുകാരെ തെളിയിപ്പിക്കുന്നത്? അച്ഛമ്മ, ഞങ്ങൾക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. സങ്കടം പറയാൻ ഞാൻ ആരാടി ചക്കോട്ടമ്മയാണോ? CI സാറാ കയറി പറയാനായിരിക്കും. ഹലോ സാർ. ആ സാർ, FIR ഇട്ടിട്ട് അത് അന്വേഷിക്കുന്നു സാർ. ഇങ്ങനെ തെറി പറയില്ല സാർ. നീ പോടാ. ഒരു മിനിറ്റ്. ഇതിപ്പോ ആരെ പോടാന്ന് പറഞ്ഞു? രാവനെ. സോറി സാർ, ഇവിടെ ആരെയോ പോടാന്ന് വിളിച്ചു. അതിന്റെ ഇടയിൽ ഒരു കമ്പനിക്ക് ഞാനും കയറി പോടാന്ന് വിളിച്ചതാണ് സാർ. ചീട്ടുകളിക്കടയിലെ വിളക്ക് ഊതിച്ച് കാശുമായി മുങ്ങുന്ന വേന്തന്നെ അവൻ. അല്ലാതെ ബൾബേലൂതാ. ആക്ടിവിറ്റീസ് കാണിച്ചാലേ ചിലപ്പോ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. കുളിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു. കടിക്കണായിരിക്കും. മര്യാദക്ക് ക്ലാസ്സിലിരുന്ന കുട്ടികൾ താനെ പഠിച്ചോളും. അതും ചെയ്യില്ലെന്ന് വെച്ചാ ഇതെന്താ? അത് മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ. എന്താ ഇതിന്റെ അർത്ഥം? എനിക്കറിയില്ല, ഞാൻ മുഴുവൻ കണ്ടല്ല. ഷർട്ട് എങ്ങനെയുണ്ട്? നല്ല ഓറഞ്ച് പോലത്തെ ഷർട്ട്. നോക്കട്ടെ, ഇത് ഗ്രീൻ ആണല്ലോ. പച്ച ഓറഞ്ച്. കൂടി നടക്കുമ്പോൾ താഴെ ഒഴുകുന്ന വെള്ളത്തെ കണ്ട് എനിക്ക് ആനന്ദം തോന്നി. അപ്പോഴാണ് ഓർത്തത് ഇന്ന് കുളിച്ചിട്ടില്ല. ഒന്നും ഓർക്കുവാനത്തിന്റെ അടിയിൽക്കൂടെ വെള്ളമല്ലാതെ പിന്നെ പനിനീരൊഴുകുമോ? ഒരു വലിയ ഫാൻ ഇവിടെ ഉണ്ട്. എപ്പോഴും എന്റെ അടുത്ത് പറയും, ഈ ഒരിടത്ത് രാജകുമാരി ആ തുടങ്ങിയ സമയം മുതൽ എന്റെ അടുത്ത് കാണുമ്പോൾ എന്റെ അടുത്ത് പറയും നോബി നല്ല ഒരു ഫാനാണ്. നല്ല ഫാനാണ്, പക്ഷെ കറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് പഴയ ഹെലികോപ്റ്ററിന്റെ ഫാനാണ്.